ഫൈനലിലെത്തിയ മത്സരാർത്ഥികളുടെയൊക്കെ സമ്മർദ്ദം കുറക്കാനും ഫൈനലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഔട്ടായി പോയ പല മത്സരാർത്ഥികളും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്നേക്കണം. അനുമോൾക്കിട്ട് പണിയാൻ വേണ്ടി മാത്രം. RJ ബിൻസിയും മറ്റേ ശൈത്യക്ക് എന്ത് ഗെയിമാണ് കളിച്ചു തന്നിട്ട് അനുവിൻ്റെ PR കൊണ്ടാണ് അവർ പോയെന്നുള്ള രീതിയിലാണ് പറയണത്. അനു ഒരു PRൻ്റെ ബലത്തിലാണ് നിൽക്കണം. എന്ത് ചെയ്തിട്ടാണെന്നാണ് ബെൻസി ചോദിക്കുന്നത്. നിത്യം ബെൻസിയൊക്കെ നിന്ന എപ്പിസോഡ് അവർ കാണുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അനുവിനെ കുറ്റം പറയുക. പക്ഷേ ഇതിൽ ഈ വന്ന കട്ടപ്പന്മാരേലും വലിയ കട്ടപ്പന്മാരാണ് അവിടെ നിൽക്കുന്ന ഷാനവാസും ആദിലയും നൂറൊക്കെ. അനുവിൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും അനുവിനെ കുത്തി പറയാനായിട്ടുണ്ടെങ്കിൽ, കുറ്റം പറയാനുണ്ടെങ്കിൽ അവർ കയറി ചെന്നിട്ട് അവരുടെ മൈൻഡ് പെട്ടെന്ന് മാറി അനുവിനെ കുത്തേണ്ട സമയത്ത് കുത്താനായിട്ട് അവർ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അനുവിനെ മോശക്കാരിയാക്കാനുള്ള ചെയ്തത്. മറ്റേ ഷാനവാസ് അത് മാത്രമല്ല, അനുവിനെയും അനീഷിനെയും എന്നുവെച്ചാൽ ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാൾ കപ്പടിക്കുക, ഇവരെ മോശക്കാരിയാക്കിയിട്ട് ഇവരുടെ വോട്ട് കുറച്ച് ഷാനവാസിന് കിട്ടുമെന്നാണ് ഷാനവാസിൻ്റെ ഒരു ധാരണ. ബിഗ് ബോസ് സീസൺ 7 കാണുമ്പോൾ ഒരു 50 ലക്ഷത്തിന് ഒരു കാരണം വേണ്ടിയിട്ട് അനുമോൾ ഇത്രയൊക്കെ തേജോബോധം ചെയ്യണം, മാനസികമായൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മോശം കാര്യമാണ്. പിന്നെ തങ്ങൾക്ക് കിട്ടാതെ തന്നെ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഫ്രണ്ടായ അതിലേക്ക് ഉറക്കം ശൈത്യൊക്കെ അല്ലേ അസൂയമൂത്ത് നടക്കണേണ്. അങ്ങനെ ബിഗ് ബോസിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്ന മത്സരാർത്ഥികളൊക്കെ അനുമോളെ ഇത് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഷൗട്ട് തല്ലിയിലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് മുണ്ടുന്നില്ല, അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ബിഗ് ബോസിന് പറയാൻ പാടില്ല. ബിഗ് ബോസിൻ്റെ വയലിൽ പഴം തിരികെ വെച്ചേക്കുന്നത്. ബിഗ് ബോസിൻ്റെ അറിവോട് കൂടിയാണ് അനുവിനായിട്ട് എല്ലാവരും കൂടി പണിയണേന്ന് അറിയാനായിട്ട്. ലക്ഷ്മിയും മറ്റേ രേണുസുതിയൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അനുവിനെ ഇതുവരെ പൊതുവേദികൾക്ക് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ജെന്യുവനായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ്. അവർക്കറിയാം, അവർ പോയ കാരണങ്ങൾ അറിയാം. അനുമോടുള്ള കുശുമ്പൊന്നും അവർക്കില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ പുറമേ ഒരു അനുവിൻ്റെ കുറ്റം പറഞ്ഞ് അവർ നടക്കുന്നില്ല. ഒരു ജെന്യുവനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവരെയും ഇതേപോലെ അനുമോളെ പ്രൊവോക്ക് ചെയ്യാനായിട്ടും ഡൗൺ ആക്കാനും വേണ്ടിയിട്ട് ബിഗ് ബോസ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ അകത്ത് വരുമ്പോൾ ഈ അനുമോളോടുള്ള സമീപനം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബിഗ് ബോസ് നിയോഗിച്ചതാണോ എന്നുള്ളത്.